ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡുമായിട്ടാണ്. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം അത് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ ഹീറോയിൻ കാട്ടിൽ കണ്ടുമുട്ടിയ ഒരു രാക്ഷസന്റെ സഹായത്തോടു കൂടി 6 മലകൾക്കപ്പുറമുള്ള ബായിഷി എന്ന് പറയുന്ന നമ്മുടെ ഹീറോയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയോടും 6 മലകൾ താണ്ടി അങ്ങയുടെ ശിഷ്യയാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് എന്നെ അങ്ങയുടെ സ്റ്റുഡൻ്റ് ആക്കി മാറ്റണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് അവളെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിന്നെ എൻ്റെ സ്റ്റുഡൻ്റ് ആക്കാം, പക്ഷേ നാളെ ഇവിടെ എക്സാംസ് നടക്കുന്നുണ്ട്, അതിൽ പാസ്സായാൽ മാത്രമേ നിന്നെ എൻ്റെ സ്റ്റുഡൻ്റ് ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ എത്ര പാടുള്ള എക്സാം ആയിരുന്നാലും സാരമില്ല, ഞാനത് അറ്റൻഡ് ചെയ്ത് ഉറപ്പായിട്ടും അങ്ങയുടെ ശിഷ്യയായി മാറുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ സ്മൈൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അതേ മന്ത്രവാദി സദസ്സിലിരിക്കുന്ന കിം എന്ന് പറയുന്ന ആ നീല ഡ്രസ്സിട്ട മന്ത്രവാദിയുടെ മകളായ മീര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് നാളെ നടക്കുന്ന പരീക്ഷകളിൽ എനിക്കും കൂടെ പങ്കെടുക്കാൻ ഒരു അവസരം നൽകണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഉറപ്പായിട്ടും നിനക്കതിനുള്ള അവസരമുണ്ട്, നാളെ നീയും ആ ഒരു മത്സരങ്ങളിൽ പങ്കെടുത്തുകൊള്ളാൻ പറയുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് മന്ത്രവാദികളെല്ലാം അവരവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് മീരയുടെ അച്ഛനായിട്ടുള്ള കിമ്മിനെ കുറെ രാക്ഷസന്മാർ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവര് വേറെ ആരുമല്ല, നമ്മുടെ ആ ഒരു റെഡ് സ്റ്റോണിന്റെ ഉടമയായിട്ടുള്ള ജോഷുവയുടെ അസിസ്റ്റൻസ് തന്നെയായിരുന്നു. അസിസ്റ്റൻസ് എല്ലാം ചേർന്ന് കിമ്മിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ മാന്ത്രിക പവേഴ്സ് എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റായിട്ട് അവിടെ ഹീറോ വന്ന് ആ ഒരു അസിസ്റ്റൻസിനെ എല്ലാം അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. ആ സമയത്ത് ജോഷു അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോയോട് ഭയങ്കരമായി അങ്ങനെ അടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ബായിഷി ഭയങ്കര ശക്തിശാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജോഷുവയ്ക്ക് ഹീറോയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞിട്ട് ജോഷു അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഹീറോ പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു. അതായത് ഹീറോയുടെ സ്റ്റുഡൻസ് ആവാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് ഒരു തരത്തിലുള്ള ഇമോഷൻസും പാടില്ല. അതായത് ഒരാളോട് പ്രണയമോ കാമമോ ദേഷ്യമോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ അവരെ ഹീറോ സ്റ്റുഡൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇമോഷൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിലെ വെള്ളം ഭയങ്കര പ്യുവർ ആണ്. അങ്ങനെ എന്തെങ്കിലും ഇമോഷൻ ഉള്ളവർ ആ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ദേഹം ആകെ പൊള്ളിപ്പോവുമായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ഓരോ സ്റ്റുഡൻസിനോടും ആ കുളത്തിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട്. കുറേ പേര് ഇറങ്ങുമ്പോൾ അവരുടെ ശരീരമാകെ മുറിഞ്ഞ് പൊള്ളിപ്പോകുന്നുണ്ട്. ഇത് കാണുന്ന ബാക്കി സ്റ്റുഡൻസ് ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. പകുതിയിൽ കൂടുതൽ ആൾക്കാരും അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം തങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അടുത്ത് വരുന്നത് കിമ്മിന്റെ മകളായിട്ടുള്ള മീരയാണ്. ആക്ച്വലി മീരയ്ക്ക് ഹീറോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൾ അവൻ്റെ സ്റ്റുഡൻ്റ് ആവാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവൾക്കും ആദ്യം ആ വെള്ളത്തിലിറങ്ങാൻ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു മന്ത്രവാദിനിയുടെ മകളായതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു വെള്ളത്തിനെ എങ്ങനെ പറ്റിക്കണമെന്ന് അറിയായിരുന്നു. അതായത് അവളുടെ ഇമോഷൻസ് എങ്ങനെ ഹൈഡ് ചെയ്യണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും കൂടാതെ അവൾ കുറേ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ആ ഒരു എക്സാം പാസ്സാവുന്നുണ്ട്. അതായത് അവളുടെ മനസ്സിൽ യാതൊരുവിധ ഇമോഷൻസും ഇല്ല എന്നും വെറുതെ എല്ലാവരെയും പറ്റിക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് കയറി വന്ന ഉടനെ അടുത്ത് പോകുന്നത് നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിൻ ആ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട്. കാരണം അവളുടെ ഉള്ളിൽ ആ ഒരു ബ്ലൂ സ്റ്റോൺ ഉണ്ട്, അതൊരു ഡീമൺ പവറാണ്. ഇത് കാരണം ഹീറോയിന് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളൊരു സ്റ്റോൺ ആണ്. ഈവൻ അവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു പവർ ഉണ്ട് എന്നുള്ള കാര്യം പോലും അവൾക്കറിയില്ല. അവൾക്ക് ആരോടും പ്രണയമോ ദേഷ്യമോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് അവളും ഈസി ആയിട്ട് ആ ഒരു എക്സാം പാസ്സാവുന്നുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ് ആ ഒരു എക്സാം പാസ്സാവുന്ന എല്ലാവരെയും ഹീറോ തന്റെ ശിഷ്യരായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ് അവരുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് എങ്ങനെ പറക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ ഹീറോയിന് ബാലൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം പറക്കാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മീര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പറക്കുന്നുണ്ട്. കുറേ നേരം കഴിയുമ്പോൾ ഹീറോയിനും നന്നായിട്ട് പറക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അവളിങ്ങനെ നല്ല ഉയരത്തിൽ പറക്കുമ്പോൾ അവളുടെ ബാലൻസ് നഷ്ടപ്പെട്ട് താഴേക്ക് വീഴാൻ പോകുന്നുണ്ട്. പക്ഷെ ഹീറോ വേഗം പോയി അവളെ ഇങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീല് തോന്നുന്നുണ്ട്. ആക്ച്വലി ഹീറോ അവളോട് പ്രണയത്തിൽ വീണിട്ടുണ്ടായിരുന്നു. ഇത് ഹീറോയ്ക്ക് റിയലൈസ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ നേരം അവളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, മാസ്റ്റർ നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്നെ താഴേക്ക് വിടാൻ പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് ഷോക്കായിട്ട് അവളെ താഴേക്ക് കൊണ്ടുവിടുന്നുണ്ട്. ആക്ച്വലി മന്ത്രവാദികൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇമോഷൻസോ തോന്നാൻ പാടില്ല. പക്ഷെ ഹീറോയ്ക്ക് വല്ലാത്തൊരു ഇമോഷൻ അവളോട് തോന്നുന്നുണ്ടായിരുന്നു. അത് പ്രണയമാണെന്നുള്ളത് റിയലൈസ് ചെയ്യാനായിട്ട് അവന് കുറച്ച് ടൈം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു.
ആക്ച്വലി ഇവർ രണ്ടുപേരും ഇത്രയും ക്ലോസ് ആയി നിൽക്കുന്ന കാര്യം മീരയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് ഹീറോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് അവൾക്ക് വല്ലാണ്ട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോ എല്ലാവരോടും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, സ്റ്റുഡൻസ് ആരും ഈ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് പോകാനേ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് അന്ന് രാത്രിയാണ്. ഹീറോ പ്രത്യേകിച്ച് എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹീറോയിന് അതൊന്നും കേൾക്കാതെ അടുത്തുള്ള പുഴയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറേ വിളക്കുകൾ ആ പുഴയിൽ കത്തിച്ചു വെക്കുന്നുണ്ട്. ഇത് കാണുന്ന ആ ഒരു ഡ്രാഗൺ കുട്ടി ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? മാസ്റ്റർ പറഞ്ഞതല്ലേ പുറത്തു പോകരുത് എന്നുള്ളത്, വഴക്ക് കിട്ടിയാൽ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, ഇന്ന് എൻ്റെ അമ്മയും അച്ഛനും മരിച്ചിട്ട് കുറച്ച് വർഷങ്ങൾ തികയുകയാണ്, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിളക്ക് ഇവിടെ കൊളുത്തി വെച്ചത്. നീ ഈ കാര്യം ആരോടും പറയരുത്, മാസ്റ്റർ കണ്ടാലും എന്നെ വഴക്ക് പറയുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡ്രാഗൺ കുട്ടി, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം, മാസ്റ്റർ ഓൾറെഡി നമ്മുടെ പുറകെ നിൽക്കുകയാണല്ലോ, മാസ്റ്റർ ഇതെല്ലാം കണ്ടു, അപ്പോൾ അമ്മയ്ക്ക് വഴക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ആകെ ഷോക്കായിട്ട് ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതെ, അവിടെ തന്നെ നമ്മുടെ ഹീറോ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയെ കാണുന്ന ഹീറോയിൻ, മാസ്റ്റർ എന്നോട് ക്ഷമിക്കണം, എൻ്റെ അമ്മയും അച്ഛനും മരിച്ചിട്ട് ഇന്ന് കുറച്ച് വർഷങ്ങൾ തികയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ വിളക്കുകൾ ഇവിടെ കൊളുത്തി വെച്ചതും. അങ്ങ് പറഞ്ഞത് കേൾക്കാത്തതിന് എന്ത് ശിക്ഷ നൽകിയാലും ഞാൻ അത് സ്വീകരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, നിനക്ക് ഇതിന് വലിയ ശിക്ഷ തന്നെയാണ് ഞാൻ നൽകേണ്ടത്, പക്ഷേ നീ ഇവിടെ വന്നതിന്റെ റീസൺ കാരണം എനിക്ക് നിന്നെ ശിക്ഷിക്കാൻ തോന്നുന്നില്ല. നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നിനക്ക് നന്നായി പറക്കാൻ പറ്റുന്നില്ലല്ലോ, വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിന്നെ ഞാൻ പറക്കാൻ പഠിപ്പിക്കാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ മാസ്റ്റർ, നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിലും ഞാൻ വേഗം പഠിച്ചെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ അവളെ എങ്ങനെയാ പറക്കേണ്ടതെന്നൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള കുറച്ച് റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പരസ്പരം രണ്ടുപേരും തങ്ങളുടെ ലവ് കൺഫസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താഴെ വന്നതിന് ശേഷം ഹീറോയിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ നന്നായിട്ട് പറക്കാൻ പഠിച്ചു, നാളെ ഒരു ഗെയിം കണ്ടക്ട് ചെയ്യും, ഉറപ്പായിട്ടും അതിൽ നീ തന്നെ വിജയിക്കണമെന്ന് പറയുന്നുണ്ട്. അതിന് ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ഒരു ചെറിയ ഗിഫ്റ്റ് ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ ഹീറോയിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതൊരു കത്തിയായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ എനിക്കെന്നുള്ളത്. അപ്പോൾ ഹീറോ, ഞാൻ ആദ്യമായി പറക്കാൻ പഠിച്ചതിൻ്റെ അന്ന് എൻ്റെ മാസ്റ്റർ എനിക്ക് നൽകിയ ഗിഫ്റ്റാണ്. ഇപ്പോൾ നീയാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ്റ്, അതുകൊണ്ട് ഇത് ഞാൻ നിനക്ക് നൽകുകയാണെന്ന് പറയുന്നുണ്ട്. വളരെ സന്തോഷത്തിലും ആ ഒരു സ്കൂളിലേക്ക് തിരികെ പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു നിയോൺ ആയിരുന്നു. അപ്പോൾ നിയോൺ എല്ലാവരോടും പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ക്ലാസ് ഒന്നുമല്ല, ഇന്ന് നമുക്ക് ഒരു ഗെയിം കളിക്കാം, ആ ഗെയിമിൽ വിജയിക്കുന്നവർക്ക് വലിയ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിയോൺ എല്ലാവരോടും 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. കാരണം എങ്ങനെ ഗ്രൂപ്പ് ആവണം എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. ഇത് കാണുന്ന നിയോൺ പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഗ്രൂപ്പ് ആവാനുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു ബോക്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിയോൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യാനായിട്ട്. എല്ലാവരും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു റിബൺ ഉണ്ടായിരുന്നു. അത് കാണുന്ന നിയോൺ പറയുന്നുണ്ട്, ഇപ്പോൾ തന്ന ബോക്സിൽ ഒരു റിബൺ ഉണ്ടാവും, കുറച്ച് പേർക്ക് പിങ്ക് കളർ റിബണും കുറച്ച് പേർക്ക് ബ്ലൂ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ബ്ലൂ കിട്ടിയിട്ടുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പ് ആവുക, പിങ്ക് കിട്ടിയിട്ടുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പ് ആവാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും അതനുസരിച്ച് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ പിങ്ക് ഗ്രൂപ്പിലും നമ്മുടെ മീര ബ്ലൂ ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിയോൺ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 ബോൾ എടുത്ത് ആകാശത്തിലേക്ക് ഇങ്ങനെ എറിയുന്നുണ്ട്. ആ ബോൾ മാജിക്കൽ പവേഴ്സ് ഉള്ളതായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നിയോൺ പറയാണ്, നിങ്ങളുടെ 2 ഗ്രൂപ്പുകാരും ഈ ബോൾസ് എല്ലാം പിടിക്കാനായിട്ട് ട്രൈ ചെയ്യണം. 3 ബോളുകളും ഏത് ഗ്രൂപ്പിന്റെ കയ്യിലിരിക്കുന്നോ അവരാണ് വിന്നേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ബോൾസ് പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. മീര ആദ്യം തന്നെ ഒരു ബോൾ കൈക്കലാക്കുന്നുണ്ട്. കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനും ഹീറോ പറഞ്ഞു കൊടുത്ത ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ബോൾ കൂടെ കൈവശം പിടിക്കുന്നുണ്ട്. ഇത് കാണുന്ന മീരയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട്. ഇവളെങ്ങാനും ഹീറോയെ ഇംപ്രസ് ചെയ്താലോ എന്ന് പേടിച്ചിട്ട് അവളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് മീര നേരെ പോയി ഹീറോയിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് കാരണം ഹീറോയിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ബ്ലൂ പവർ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അവൾക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ബ്ലൂ പവർ ആക്ടിവേറ്റ് ആയതും ഹീറോയിൻ പെട്ടെന്ന് തന്നെ ആ 3 ബോളും എങ്ങനെയൊക്കെയോ കൈക്കലാക്കുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഉണ്ടായിരുന്ന മന്ത്രവാദികളെല്ലാം, അപ്പോൾ ഇത്രയും നാളെ നമ്മൾ അന്വേഷിച്ച ആ ഒരു ദുഷ്ടശക്തിയായിട്ടുള്ള ബ്ലൂ സ്റ്റോൺ ഇവളുടെ ഉള്ളിലാണോ ഉണ്ടായിരുന്നത്, ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ ഈസിയായി, ഇവളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ സ്റ്റോൺ പുറത്തെടുത്ത് അതിനെ നശിപ്പിക്കാൻ ട്രൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പവർ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിന് അത് ഭയങ്കര വേദന കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പക്ഷേ അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു പവർ ഹീറോയിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നാലും ഈ ലോകത്തിന് തന്നെ നാശം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഉണ്ട്. ഹീറോയിൻ അറിയാണ്ടാണെങ്കിൽ പോലും ഈ ലോകത്തിന് അവൾ ഒരുപാട് ദോഷ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഹീറോയിൻ നോക്കിക്കൊണ്ട് നിന്നിരുന്നത്. പക്ഷെ ആ ഒരു പവർ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോയിന് ഭയങ്കരമായി വേദനിക്കുന്നുണ്ടായിരുന്നു. കാണുന്ന ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള നിയോൺ ഹീറോയോട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ കണ്ടിട്ട് തന്നെ പാവം തോന്നുന്നുണ്ട്. ഇവള് കാരണം ഈ ലോകത്തിന് ഒരു ആപത്തും സംഭവിക്കാൻ പോകുന്നില്ല. ഇൻഫാക്ട് ആ ഒരു പവർ അവളുടെ ഉള്ളിലാണ് ഉണ്ടായിരുന്നതെന്ന് പോലും അവൾക്കറിയില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും അവളത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അത് അവളുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോഴാണെങ്കിലും അവൾക്കത് യൂസ് ചെയ്യാനുള്ള പവർ പോലും ഇല്ല. അവളെ കണ്ടില്ലേ, ആകെ വീക്കാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കും ഹീറോയിന്റെ അവസ്ഥ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട്. പക്ഷേ ഹീറോയുടെ മാസ്റ്റർ ഇല്ല, അത് പുറത്തെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ആ ഒരു ഡ്രാഗൺ കുട്ടി തന്റെ അമ്മയെ രക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വന്ന് ചാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാസ്റ്റർ ആ ഒരു ഡ്രാഗൺ കുട്ടിയെ ഇങ്ങനെ തൂക്കി വീശുന്നുണ്ട്. ഉടനെ ആ ഒരു ഡ്രാഗൺ കുട്ടി മനുഷ്യരൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഹീറോയ്ക്ക് ഹീറോയിനോട് സഹതാപം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ അവളെ വെറുതെ വിട്ടേക്കും. ഇവള് കാരണം ഈ ലോകത്തിന് എന്ത് ആപത്തുണ്ടായിരുന്നാലും അതിന് ഉത്തരവാദി ഞാനായിക്കോളാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അവള് ഭയങ്കര വീക്കാണ്. ഇനിയും അങ്ങ് ആ ഒരു സാധനം പുറത്തെടുക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവൾ മരിച്ചു പോകും. അങ്ങ് പേടിക്കണ്ട, ഉറപ്പായിട്ടും അവളെ ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് അവളുടെ ഉള്ളിലുള്ള പവർ പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയാക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് തന്നെ ആ ഒരു സ്റ്റോൺ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അവൾ കാരണം ഈ ലോകത്തിന് ഒരു ആപത്തും ഉണ്ടാവില്ല. ഞാൻ അവൾക്ക് നിറയെ പവേഴ്സ് ഒക്കെ കൊടുത്തോളാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാസ്റ്റർ, ഓക്കെ, എല്ലാ ഉത്തരവാദിത്വവും നിനക്കാണ് നൽകുന്നത്. നീ അവൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവളെ നല്ലൊരു സ്പിരിച്വൽ മന്ത്രവാദിയാക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞാലും അവൾ തന്നെ ആ സ്റ്റോൺ പുറത്തെടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പേഴ്സണലി ഹീറോയിന് ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയോടുള്ള പ്രണയം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷെ ഹീറോ അവന്റെ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ മന്ത്രവാദി ഗ്രൂപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മന്ത്രവാദിയാണ്. ആ ഒരു മന്ത്രവാദികളുടെ തലവനാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഒരിക്കലും ലവ് ഒന്നും തോന്നാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഹീറോ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഹീറോയിൻ റൂമിൽ നിന്നും ഹീറോയുടെ ഫോട്ടോ വരച്ചിട്ട് അതിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിയോൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ ആ ഒരു ഫോട്ടോ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ നിയോൺ ഓൾറെഡി ഈ കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരോടും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ പുറത്തേക്ക് വരുമ്പോഴേക്കും മീരയുടെ കുറെ ഫ്രണ്ട്സ് വന്നിട്ട്, നീ മീര എന്താ ചെയ്തത്? അന്ന് നടന്ന പ്രശ്നത്തിന് ശേഷം മീരയെ കാണാനില്ല, അവൾ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ, ഞാൻ അവളെ എന്ത് ചെയ്യാനാ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അവളെ. അന്നത്തെ മത്സരത്തിന് ശേഷം അവളെ ഞാൻ കണ്ടതേ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ മീരയുടെ ഫ്രണ്ട്സ് ഹീറോയിനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാണുന്ന നിയോൺ ഓടി വന്ന് അവളെ അവിടെ നിന്ന് രക്ഷിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ജോഷോ വരുന്നുണ്ട്. ജോഷോ വന്ന് ഹീറോയിനെ അവന്റെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു സോൾ ആണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്, നിങ്ങൾ ഒരു ഡീമൺ ആണോ ചേട്ടാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജോഷ ചിരിച്ചുകൊണ്ട്, നിനക്ക് എന്താ തോന്നിയത്? ഞാനൊരു ഡീമൺ ആണെന്ന് തോന്നുന്നുണ്ടോ? എന്നെ കണ്ടിട്ട് നിനക്ക് പേടിയാവുന്നുണ്ടോ? പേടിയാവുന്നുണ്ടെങ്കിലും ഞാൻ വിളിച്ച ഉടനെ എന്നോടൊപ്പം എന്തിനാ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ, അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ ജ്യേഷ്ഠൻ തന്നെയായിരിക്കും. നിങ്ങൾ എനിക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരാരും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജോഷുവയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവളെയും കൂട്ടിയിട്ട് അവന്റെ താവളത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയ ഹീറോയിൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ സ്ഥലം നല്ല ഭംഗിയുണ്ടായിരുന്നു. നിറയെ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ ഭയങ്കര സന്തോഷത്തിൽ ആ പൂക്കളെല്ലാം പറിച്ച് കയ്യിൽ വെക്കുന്നുണ്ട്. ഇത് കാണുന്ന ജോഷുവയ്ക്ക് അവളെ കാണുമ്പോൾ മരിച്ചുപോയ സഹോദരിയെ പോലെ തോന്നുന്നുണ്ട്. ആക്ച്വലി ജോഷുവയും അവന്റെ സഹോദരിയും ഭയങ്കര സന്തോഷത്തിൽ ഒരു സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു. ഇവന്റെ ഉള്ളിൽ ആ ഒരു റെഡ് പവർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവൻ ആരെയും ഉപദ്രവിക്കാതെ ഒളിച്ചു താമസിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഡീമൺസിനെ കൊല്ലുന്നവരെല്ലാം വന്ന് ജോഷുവയുടെ അനിയത്തെ കൊന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോഷുവയ്ക്ക് ആ ഒരു സ്കൂളിലുള്ളവരോടും ഈ ലോകത്തിലുള്ളവരോടും ഒക്കെ ഭയങ്കര ദേഷ്യമാവുന്നത്. അതുകൊണ്ടാണ് അവൻ എല്ലാവരെയും ഉപദ്രവിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയ ഹീറോയിന് അവനോടുള്ള സ്നേഹം ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ജോഷുവയുടെ അസിസ്റ്റൻസ് നമ്മുടെ മീരയെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ, ചേട്ടാ ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതും? സ്കൂളിലുള്ള എല്ലാവരും ഇവളെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവളുടെ അച്ഛൻ വലിയൊരു മന്ത്രവാദിയാണ്. അങ്ങ് ഇവളെ പിടിച്ചു വെച്ചേക്കാണെന്ന് അറിഞ്ഞാലും അദ്ദേഹം ഇവിടെ വന്ന് നിങ്ങളോട് ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജോഷുവ, ഇവളുടെ അച്ഛനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം നടന്ന യുദ്ധത്തിലും എൻ്റെ കുറച്ച് പവേഴ്സ് അയാൾ അബ്സോർബ് ചെയ്ത് അയാളുടെ മാന്ത്രിക വടിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് തിരികെ കിട്ടിയേ പറ്റുള്ളൂ. അതിന് അയാളുടെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. നീ ഇതിൽ ഇടപെടണ്ട, നീ തേരെ സ്കൂളിലേക്ക് തിരികെ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. ഹീറോയിൻ പോകാൻ നിൽക്കുന്ന ടൈമിൽ മീരയുടെ അച്ഛനായിട്ടുള്ള കിം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിമ്മിനെ കാണുന്ന ആ ഒരു ജോഷുവായും, നിന്റെ മകളെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേന്നുള്ളത് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. എൻ്റെ പവർ
എനിക്ക് തിരികെ തന്നു കഴിഞ്ഞാൽ നിന്റെ മകളെ ഞാൻ വിട്ടുതരാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കിം ഉറപ്പായിട്ടും ഞാൻ ആ പവർ തിരിച്ചു തരാം, പക്ഷേ എൻ്റെ മകളെ ഇങ്ങോട്ട് വിടാൻ പറയുന്നുണ്ട്. അത് വിശ്വസിച്ച് ജോഷുവ അവളെ റിലീസ് ചെയ്യുന്നുണ്ട്. തൻ്റെ മകള് തൻ്റെ കൈക്കൽ കിട്ടിയതും കിം ഭയങ്കരമായിട്ട് ജോഷുവയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു അറ്റാക്ക് ജോഷുവ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മകളെ കൊടുത്തു കഴിഞ്ഞാൽ പവർ തിരിച്ചു തരാമെന്ന് പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് മകളെ കൊടുത്തത്. പക്ഷേ ആ ജോഷുവയും ഹീറോയിനെയും എല്ലാവരെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സഹോദരിയുടെ സ്ഥാനത്ത് കാണുന്ന യൂജിനെ എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ട് ജോഷുവ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോഷുവയ്ക്ക് ഭയങ്കരമായിട്ട് അപകടം പറ്റുന്നുണ്ട്. അവൻ അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഹീറോയിനും അവിടെ ബോധം കെട്ട് വീഴാണ്. അതിനുശേഷം കിമ്മും എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറെ കഴിയുമ്പോഴേക്കും ജോഷുവയുടെ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മയങ്ങി കിടക്കുന്ന ജോഷുവയെ കാണുമ്പോൾ അവന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോഷുവയെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പറന്നു പോകുന്നുണ്ട്. ഹീറോയിൻ മാത്രം അവിടെ ഒറ്റയ്ക്കാവുന്നുണ്ട്. കുറെ കഴിയുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ബാൽഷി അതായത് ഹീറോ വരുന്നുണ്ട്. ഹീറോ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. ഇത് കാണുന്ന അവൻ അവൾക്ക് തന്റെ കുറച്ച് പവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന് ബോധം വരുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഹീറോയിൻ പറയാണ്, കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് എന്നോട് ക്ഷമിക്കണം. സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് അങ്ങ് പറഞ്ഞത് ഞാൻ വീണ്ടും തെറ്റിച്ചു. ആ ഒരു ജോഷുവ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്, സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയാണ്, അവൻ നിനക്ക് ചേട്ടനെ പോലെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ മന്ത്രവാദികളുടെ ശത്രുവാണ് അവൻ. അതുകൊണ്ട് നീ ഒരിക്കലും ഇനി അവനുമായിട്ട് കൂട്ടുകൂടരുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോയിനെ കാണാണ്ടാവുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ താഴേക്ക് ഇറങ്ങിപ്പോയി നോക്കുന്നുണ്ട്. ഉടനെ ഹീറോയിൻ മാസ്റ്റർ എന്ന് വിളിച്ച് ഓടി വരുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയും അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവള് ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഹീറോയിൻ അല്ല, ഹീറോയിന്റെ രൂപത്തിൽ വന്ന ഏതൊരു ഡീമൺ ആണെന്നുള്ളത്. ഉടനെ ഹീറോ കത്തിയെടുത്ത് ആ ഒരു ഡീമണിനെ കുത്തുന്നുണ്ട്. ഉടനെ അത് അവിടെ നിന്ന് മറിഞ്ഞു പോകുന്നുണ്ട്. ഈ സമയത്ത് കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഹീറോയിൻസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഇത് ഒരു മാന്ത്രിക കാടായിരുന്നു. ആരെങ്കിലും ആ മാന്ത്രിക കാടിൽ കാണാണ്ടായി കഴിഞ്ഞാൽ അയാളുടെ രൂപത്തിൽ ഒരുപാട് ഇങ്ങനെ ഡീമൺസ് പുറത്തേക്ക് വന്ന് ആരെയൊക്കെയാണോ മുന്നിൽ കാണുന്നത് അവരെയൊക്കെ ആക്രമിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ രൂപത്തിൽ ഒരുപാട് ഡീമൺസ് വന്ന് ഹീറോയുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ആ ഡീമൺസിനെല്ലാം കൊന്നതിന് ശേഷം ഹീറോയിനെ അവൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ആ ഒരു പച്ച കളർ രത്നം വരുന്നുണ്ട്. അത് ഭയങ്കര പവർഫുൾ ആയിരുന്നു. കാരണം ഒരുപാട് പേരെ കൊന്ന് അവരുടെയൊക്കെ ആത്മാവിനെ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പച്ച കളർ രത്നം ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഉടനെ അത് ഹീറോയെ അറ്റാക്ക് ചെയ്ത് ഹീറോയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇത്രയും നാളും നല്ല പവർ മാത്രം ഉള്ളിലുണ്ടായിരുന്ന ഹീറോയുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് ഒരു ദുഷ്ടശക്തി ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്കും അതിന്റെ പവർ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്ര പവർഫുൾ ആണെങ്കിൽ പോലും ഹീറോ അവിടെ ബോധം കെട്ട് താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഉടനെ ഹീറോ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഉടനെ ഹീറോയിൻ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവനെ തൂക്കിക്കൊണ്ട് നേരെ സ്കൂളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഹീറോയുടെ ബോഡി ഫുള്ള് ഒരു പച്ച കളറായി മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ എന്താ ചെയ്യേണ്ട മാസ്റ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിന്റെ ഷോൾഡറിൽ നിന്ന് തുള്ളി ബ്ലഡ് ഹീറോയുടെ വായിലേക്ക് വീഴുന്നുണ്ട്. ഉടനെ ഹീറോ അത് കുടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഹീറോയ്ക്ക് ബ്ലഡിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ കൈ മുറിച്ച് കുറെ ബ്ലഡ് ഹീറോയ്ക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോ കുറച്ചൊന്ന് പവർഫുൾ ആയിട്ട് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. നാളത്തേതാണ് ഫൈനൽ എപ്പിസോഡും. എല്ലാവരും കാണാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരും. ബൈ.